വിലാപങ്ങൾ 2-ാം അധ്യായം 19-ാമത്തെ വാക്യം. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക, ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പുകൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. എഴുന്നേൽക്ക, രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേൽക്കുക. യാമാരംഭം എന്ന് പറയുമ്പോൾ വെളുപ്പിനെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം. രാവിലെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്തെ 1-ാം യാമം എന്നാണ് വിളിക്കുന്നത്. ബൈബിളിൽ എന്താണ് പറയുന്നത്? സിയോൻ പുത്രി എഴുന്നേൽക്കുക, യാമാരംഭത്തിൽ തന്നെ എഴുന്നേറ്റ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെള്ളം പകരുന്നതുപോലെ നിന്റെ ഹൃദയത്തെ പകരുവീൻ. കണ്ണുനീരൊഴുക്കുക. ഇന്ന് കണ്ണീരൊഴുക്കുന്ന അമ്മമാർ വേണം. മക്കളുടെ നന്മയ്ക്കു വേണ്ടി ദൈവസന്നിധിയിൽ പോയിരുന്ന് കണ്ണുനീരൊഴുക്കുന്ന അപ്പന്മാർ വേണം. നശിച്ചു പോകുന്ന കുടുംബാംഗങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അബ്രഹാമിനെ പോലെയുള്ളവർ വേണം. ലോത്തും ലോത്തിന്റെ കുടുംബവും നശിച്ചു പോകാതിരിക്കുവാൻ അബ്രഹാം ഏകനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. റിബെക്ക മച്ചിയായിരുന്നപ്പോൾ ഇസ്ഹാക്ക് ദൈവസന്നിധിയിൽ ചെന്ന് ഏകനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, മച്ചി എന്നുള്ളതായ മുദ്ര എൻ്റെ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയില്ല, ദയവ് ചെയ്ത് ഞങ്ങളോട് കരുണ കാട്ടണമേ. ഇങ്ങനെ ദൈവസന്നിധിയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവം എന്തു ചെയ്തു? വാഗ്ദത്തം ചെയ്തതുപോലെ ഒരു മകനെ കൊടുത്തു. ഹിസ്കിയാവ് രോഗത്താൽ ഭാരപ്പെട്ട സമയത്ത് ദൈവത്തിന്റെ പ്രവാചകൻ വന്നു പറഞ്ഞു, ഹിസ്കിയാവേ, നീ മരിക്കാൻ പോകുന്നു, നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തുവെന്ന്. ഇങ്ങനെ പ്രവാചകൻ ഉറപ്പിച്ച് പറഞ്ഞിട്ട് പോയപ്പോൾ ഹിസ്കിയാവ് എന്താണ് ചെയ്തത്? ഗുരുതരമായ രോഗം ബാധിച്ച് മരണകരമായ അവസ്ഥയിൽ താൻ മരിക്കാൻ പോകുന്നു എന്ന ഉറപ്പ് ലഭിച്ചപ്പോൾ അദ്ദേഹം ചുവരിനു നേരെ മുഖം തിരിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, നീ അടിയനെയൊന്ന് ഓർക്കണമേ. ഞാനങ്ങനെ സത്യസന്ധനായി ജീവിച്ചു വന്നത് ഒരു നിമിഷമൊന്ന് ഓർക്കണമേ. ഇപ്പോൾ തന്നെ എൻ്റെ യാത്ര അവസാനിപ്പിക്കുവാൻ പറഞ്ഞാൽ ഞാനതിന് ഒരുക്കമല്ലല്ലോ, എന്നെ നീയൊന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ കണ്ണുനീരൊഴുക്കുന്നത് ദൈവം കണ്ടപ്പോൾ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചിട്ട് നടുമുറ്റം കടന്നു പോകുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ അരുളപ്പാട് അവനുണ്ടായി. വീണ്ടും ചെന്ന് പറയുക. എന്താണ് പറയേണ്ടത്? ദൈവം നിനക്ക് ദീർഘായുസിനെ നൽകാൻ പോകുന്നുവെന്ന് പോയി പറയുവീൻ. നിന്റെ ആയുസിനോട് 15 സംവത്സരം ഞാൻ കൂട്ടിയിരിക്കുകയാണ് എന്ന് പോയി പറയുക. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? കുടുംബത്തിൽ രക്ഷിക്കപ്പെടാതെ നശിച്ചു പോകുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ അബ്രഹാമിനെ പോലെ പ്രാർത്ഥിക്കണം. ഉദരഫലമില്ലാതെ ഭാരപ്പെടുന്നവരാരെങ്കിലുമുണ്ടോ? അമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് കുട്ടികളില്ലായെങ്കിൽ, മരുമക്കൾക്ക് കുഞ്ഞുങ്ങളില്ലായെങ്കിൽ, അവർ മാനസികമായി പ്രയാസപ്പെടുമ്പോൾ അവരെ കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കരുത്. മറിച്ച് പ്രാർത്ഥിക്കണം, ദൈവമേ, എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മരുമകൾക്ക് കുഞ്ഞുങ്ങളില്ല, എൻ്റെ മകനും മരുമകൾക്കും കുഞ്ഞുങ്ങളില്ല. അങ്ങനെ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മയും അപ്പനുമാകുവീൻ. പ്രാർത്ഥിക്കുന്ന ഭർത്താവായി ജീവിക്കുക. ഇസ്ഹാക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല, എൻ്റെ ഭാര്യ മച്ചിയായി നിന്ദിക്കപ്പെടുകയാണ്. ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഉത്തരം കൊടുത്തു. രോഗത്താൽ ഭാരപ്പെട്ടിരുന്നതായ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ളവരുണ്ടോ? ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ടും ഒരുപാട് മരുന്നുകൾ ഉപയോഗിച്ചിട്ടും രോഗം മാറാതെ, ചികിത്സകൾ ഭരിക്കാതെ, അത് നിന്റെ ഭാര്യയ്ക്കായിരിക്കാം, മക്കൾക്കായിരിക്കാം, നിന്റെ ഭർത്താവിനായിരിക്കാം, മാതാവിനായിരിക്കാം, പിതാവിനായിരിക്കാം. നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നുണ്ട് എങ്കിൽ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. ദൈവസന്നിധിയിലിരുന്ന് പൂർണ്ണ മനസ്സോടെ ആ രോഗത്തെ, കഷ്ടതയെ പങ്കുവയ്ക്കുക. സൗഖ്യമാക്കുന്ന ദൈവം ഉണ്ട്, വിടുതൽ തരുന്ന ദൈവം ഉണ്ട്. പ്രിയ സഹോദരി, നിന്റെ ജീവിതത്തെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കാൻ എൻ്റെ ദൈവം മതിയായവനാണ്. പ്രിയ സഹോദരാ, നീ ഏതു സ്ഥിതിയിലാണെങ്കിലും എൻ്റെ കർത്താവിനോട് നീ അപേക്ഷിച്ചാൽ നിന്റെ ജീവിതത്തെ തീരത്തേക്കടുപ്പിക്കുവാൻ ശക്തനായ ദൈവമാണവൻ. എന്നെ തന്നെ പൂർണ്ണമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ സകല പ്രശ്നങ്ങളെയും അവങ്കലേക്ക് ഞാൻ കൊടുക്കുകയാണ്.
അവൻ എന്നെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ട് ഞാൻ അവനോട് പ്രാർത്ഥിക്കുമെന്ന് വിശ്വാസമുള്ളവർ ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ പിതാവേ, അയോഗ്യരായിരുന്നതായ ഞങ്ങളുടെ മേൽ നിന്റെ സ്നേഹം പകർന്നതോർത്ത് നിന്നെ സ്തുതിക്കുകയാണ്. ഞങ്ങളെ വിടുവിക്കുന്നതിനു വേണ്ടി സ്വർഗത്തെ വിട്ട് ഇറങ്ങിവരേണ്ട ആവശ്യം നിനക്കില്ലായിരുന്നു. ഞങ്ങളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ഉപദ്രവം സഹിക്കേണ്ടതായ ആവശ്യം, അപമാനം സഹിക്കേണ്ട ആവശ്യം നിനക്കില്ലായിരുന്നെങ്കിലും നീ ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചു. ഞങ്ങളെ വിടുവിച്ചെടുക്കേണ്ടതിനു വേണ്ടി നീ ക്രൂശിൽ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നീ ക്രൂശിൽ ഞങ്ങൾക്കായി മരിച്ചു. തൽഫലമായി നീ ഞങ്ങളെ ഓരോരുത്തരെയും നേടിയെടുത്തു. ഞങ്ങളെ നീ വില കൊടുത്തു വാങ്ങി. നിന്റെ സ്നേഹം എത്ര വലിയതാണ് കർത്താവേ! നിന്റെ സ്നേഹത്തിന് യാതൊരു യോഗ്യത ഞങ്ങൾക്കില്ലായിരുന്നു. എങ്കിലും നിത്യസ്നേഹത്താൽ നീ ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങളെ വിടുവിച്ചുകൊണ്ട് സ്വന്തമാക്കിക്കൊണ്ട് നിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ വേർതിരിച്ചു. കർത്താവേ, ഇന്നു മുതൽ നിന്റെ ഇഷ്ടമനുസരിച്ച് ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും നീ വിടുവിക്കുവാൻ ശക്തനാണ് എന്ന വിശ്വാസത്തോടെ നിന്റെ പാദപീഠത്തിലേക്ക് കടന്നുവന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, മറുപടി പ്രാപിച്ചെടുക്കുവാനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.